كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യുന്ന ദാക്കിരീങ്ങൾക്കാണ്, ദിക്ർ ചെയ്യുന്ന ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കീനത്ത്, സമാധാനം, മനഃശാന്തി ഇറക്കിക്കൊടുക്കുക. അങ്ങനെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകളായി മാറണമെങ്കിൽ അത്തരം ആളുകൾക്കുണ്ടാകേണ്ട ക്വാളിറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇനി വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിലൂടെ വിശദമായി കൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകൾക്ക് നിർബന്ധമായും അവർക്കുണ്ടാകേണ്ടുന്ന സവിശേഷതകൾ അവിടെ സൂചിപ്പിച്ചു. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാ. ചില ആളുകൾ അവരെ കച്ചവടമോ വ്യാപാരമോ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന് ഒരിക്കലും മുടക്കുന്നില്ല, അശ്രദ്ധരാക്കുന്നില്ല. وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. മൂന്ന് കാര്യങ്ങളാണ് അവിടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. ഒന്ന്, വഇഖാമി സ്വലാത്ത്, അവരെങ്ങനെയുള്ളവരാണ്? നമസ്കാരം നിലനിർത്തുന്നവരാണ്. നമസ്കാരം നിലനിർത്തുന്ന ദാക്കിരീങ്ങൾ. നമസ്കാരമില്ലാത്ത ദാക്കിറില്ല, ദിക്റുകാരനില്ല. നമസ്കാരം നിലനിർത്തുന്ന ദാക്കിർ. പിന്നെയോ
സക്കാത്ത് കൊടുക്കുന്ന ദാക്കിരിങ്ങൾ. സക്കാത്ത് കൊടുക്കാത്ത ദാക്കിരിങ്ങളില്ല, സക്കാത്ത് കൊടുക്കുന്നവരാണ്. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അബ്സാർ കണ്ണുകൾ, ദൃഷ്ടികൾ, അതും ഖുലൂബ് ഹൃദയങ്ങളും തതഖല്ലബു അടിമേൽ മറിക്കപ്പെടുന്ന ദിവസത്തെ പേടിക്കുന്ന ദാക്കിരിങ്ങൾ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്യുന്ന ആളുകളുടെ 3 ക്വാളിറ്റി സൂറത്ത് നൂറിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ ഒന്നാമത്തെ ക്വാളിറ്റി എന്താ? ഒന്നാമത്തെ ക്വാളിറ്റി വ ഇഖാമിസ്സലാ. അവരെന്ത് ചെയ്യും? നമസ്കാരം അവർ നിലനിർത്തും. നമസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ചയുള്ളവന് ദാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ ചേരാൻ കഴിയില്ല, സാധ്യമല്ല. നമസ്കാരത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്തുന്ന, കണിശതയില്ലാത്ത, സൂക്ഷ്മതയില്ലാത്ത മനുഷ്യന് അല്ലാഹു സക്കീനത്ത് അവതരിപ്പിച്ചു കൊടുക്കൂല. സക്കീനത്ത് അവതരിപ്പിച്ചു കൊടുക്കൂല. നമസ്കാരം ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മാറണം വിശ്വാസിനെ സംബന്ധിച്ച്. അത് മുടങ്ങിയാൽ, അത് തടസ്സപ്പെട്ടാൽ വലിയ ഗൗരവത്തിൽ വിശ്വാസി കാണണം. വിശ്വാസിന്റെ കൺകുളിർമയായിട്ട് അത് മാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാ, ഇമാം നസാഇ ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നു, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയ. ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഹുബ്ബിബായത്, ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണെന്നറിയുമോ? ദുനിയാവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അന്നിസാഉ വത്തീബു. ഒന്ന് സ്ത്രീകളാണ്, രണ്ടാമത്തേത് ത്വീബാണ്, സുഗന്ധദ്രവ്യങ്ങളാണ്. ഇതാണ് ദുനിയാവിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വജുഇല ഖുറത്തു ഐനി ഫിസ്സലാത്ത്. എന്നാൽ എൻ്റെ കൺകുളിർമ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് നമസ്കാരത്തിലാണ്. എന്റെ കൺകുളിർമ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് നമസ്കാരത്തിലാണ്. ദുനിയാവിൽ ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങൾ എന്താ? സ്ത്രീയാണ്, സുഗന്ധാണ്. ചില ആളുകൾക്ക് ഇപ്പോൾ ആ ഹദീസ് ഇങ്ങനെ പറയാതിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്ന ആളുകളെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടം പെണ്ണുങ്ങളോടായിരുന്നു. റസൂലുള്ളാഹിക്ക് എന്നല്ല, ആണത്തമുള്ള ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം സ്ത്രീ ആയിരിക്കും. മനസ്സിലായോ? ഒരു പുരുഷന് ഇഷ്ടപ്പെട്ട വിഭവം സ്ത്രീ അല്ലെങ്കിൽ അവനെ കൊണ്ടുപോയി ചികിത്സിക്കണം. കാരണം അവൻ എന്തൊക്കെയോ മാനസികമോ ലൈംഗികമോ ആയ പ്രശ്നം ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷനായിരുന്നു. പുരുഷത്വത്തിന്റെ ഏറ്റവും മൂർധന്യ ഭാവമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാഭാവികമായും പുരുഷന് പ്രിയപ്പെട്ടത് സ്ത്രീയാണ്. അങ്ങനാണ് സുയ്യിന ലിന്നാസ് ഹുബ്ബു ഷഹവാത്ത്. അല്ലാഹ് മനുഷ്യന്മാർക്ക് ഇത്തരം ഷഹവാത്തുകൾ അലങ്കാരമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പ്രയാസവും വേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് പറയാൻ. ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ. ഞങ്ങളെ നബിക്ക് ദുനിയാവിൽ പ്രിയപ്പെട്ടത് അന്നിസാഉ വത്തീബ്, പെണ്ണുങ്ങളും സുഗന്ധദ്രവ്യവുമാണ്. അതിലൊരു സംശയവുമില്ല. വജുഇല ഖുറത്തു ഐനി ഫിസ്സലാത്ത്. എന്നാൽ എൻ്റെ കണ്ണിന് കുളിർമ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് നമസ്കാരത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ കൺകുളിർമ നമുക്ക് കിട്ടണം. നമസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കത് നമസ്കാരിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസവും സമാധാനവുമാകണം. നമസ്കരിക്കുക എന്നത് ഒരു ആസ്വാദനമാകണം. നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ആത്മസംതൃപ്തി ഉണ്ടാകണം. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പരിവർത്തന വിധേയമാകാൻ പറ്റുമ്പോഴാണ് നമ്മൾ എന്താവുള്ള ദാക്കിര്യങ്ങളെ കൂട്ടത്തിൽ പെടുക. പക്ഷെ നമ്മൾ ആലോചിക്കും, നമ്മുടെ ഭാഗത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവം കാണാത്ത ആളുകളെ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആൻ പറയാണ്, ചില ആളുകളെ പറ്റി സൂചിപ്പിക്കാണ് വിശുദ്ധ ഖുർആൻ. അവരെ നരകത്തിൽ കത്തിജ്വലിക്കുന്ന നരകത്തിൽ കാണുന്ന സമയം മാ സലകകും ഫിസ്സഖർ, അവരോട് ചോദിക്കും, ഈ കത്തിജ്വലിക്കുന്ന സഖറിൽ, ഈ നരകത്തിൽ എന്താണ് നിങ്ങളെ പ്രവേശിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോ നരകത്തിൽ കത്തിയെരിയുന്ന ആളുകൾ തങ്ങൾ ഈ നരകത്തിൽ വന്ന് വീഴാനുള്ള കാരണം പറയാ. ഖാലു, അവര് പറയും, ലം നഖു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. നിങ്ങൾ എന്താ നരകത്തിൽ എന്ന് ചോദിച്ചപ്പോ നരകവാസികൾ പറയാ,
പ്രധാനപ്പെട്ട കാരണമായിട്ട് നരകവാസികൾ പറയാ ലം നകും മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവന് അള്ളാഹ് ഒരുക്കി വെച്ചിരിക്കുന്നത് സഖറാണ്. കത്തിജ്വലിക്കുന്ന, തിളച്ച് മറിയുന്ന, അടിമേൽ മറിക്കപ്പെടുന്ന നരകമാണ്, സഖറാണ് അവന് അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു വെച്ചിട്ടുള്ളത് എന്ന ബോധം ആദ്യം നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഖളാ ആവൂല. ചില ആളുകൾ നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ നമസ്കാരം പാഴാക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് പഠിപ്പിച്ച കാര്യമാണ് ഖളാ എന്നുള്ളത്. ചില ആളുകൾ നിങ്ങൾക്കറിയാലോ, ഇശാ നമസ്കാരത്തിന് കാണാം ശാഫിഈകൾ സുബഹിസ്കരിക്കുന്ന ഖുനൂത്തുനാ ഇശാഇന്. ചില ആളുകൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ സുബഹി, ളുഹർ, അസർ, മഗ്രിബ് നിസ്കരിക്കൂല. എന്നിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇശ നിസ്കരിക്കുന്നതോടൊപ്പം കാലത്തെ സുബഹി തൊട്ട് ഖളാ വീട്ടാ. ഇസ്ലാമിൽ ഇങ്ങനത്തെ ഒരു സമ്പ്രദായമില്ല. ഇങ്ങനെ ഖളാ വീട്ടിയ ഒരു സഹാബിയങ്ങൾ കണ്ടിട്ടുണ്ടോ? പകല് മുഴുവൻ നിസ്കരിക്കാണ്ട് നടന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാ, സുബഹിക്ക് എഴുന്നേൽക്കൂല, ളുഹർ നിസ്കരിക്കൂല, അസർ നിസ്കരിക്കൂല, എന്നിട്ട് എല്ലാം കൂടി ഇശാഇനെ ഖളാ ആക്കണ ഒരു സ്വഹാബിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു താബിഈനെ കണ്ടിട്ടുണ്ടോ? ഒരു താബിഈനെ കണ്ടിട്ടുണ്ടോ? സലഫുകളിൽ നിന്നും ഒരാളെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളെ നാട്ടിൽ വ്യാപകമാണ്. വലിയ നിസ്കാരക്കാരൻ എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്, വലിയ നിസ്കാരക്കാരൻ അവൻ ധരിച്ചിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കില്ല ആ നമസ്കാരം. ഖളാ എങ്ങനെ? രണ്ട് കാര്യത്തിനെ ഖളാ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കിക്കോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖളാ രണ്ട് കാര്യത്തിനാ പഠിപ്പിച്ചത്. എന്താ അറിയോ? ഒന്ന്, ഒരാൾ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഉറക്കം പോലത്തെ ബോധക്ഷയോ എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കാം. അയാൾ ഉറങ്ങിപ്പോയി, ളുഹർ ബാങ്ക് കൊടുത്തു, ആ സമയത്ത് അയാൾ, അതിന് മുമ്പ് അയാൾ ഉറങ്ങാണ്. അയാൾ എഴുന്നേറ്റപ്പോഴത്തേന് അസർ ബാങ്ക് കൊടുത്തു, ഉറക്കിൽ പെട്ടുപോയി. അവന് എഴുന്നേറ്റ ഉടനെ അവൻ ഉറക്കിപ്പെട്ടിട്ടാണല്ലോ പോയത്. ആ ളുഹർ അവന് നിസ്കരിക്കാം, അപ്പോൾ അവന്റെ വക്ത്. രണ്ടാമത്തതോ, ഒരാൾ മറന്നുപോയി എന്ന് വിചാരിക്കുക. ഒരുത്തൻ പണിയിൽ ഏർപ്പെടുകയാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെടാണ്, പെട്ടെന്നാണ് അവന് അസർ ബാങ്ക് കൊടുത്തപ്പോഴാണ് അവന് ഓർമ്മ വന്ന്, പടച്ചവനെ ളുഹർ നിസ്കരിക്കാൻ മറന്നുപോയില്ല, അവനും അപ്പം നിസ്കരിക്കാം, അവന്റെ വക്കത്താണ്. ഇതല്ലാതെ ബോധത്തോടുകൂടി ഓരോ വഖത്ത് നമസ്കാരവും ഖളാ ആക്കിയിട്ട് വീട്ടിലോ പള്ളിയിലോ ഇശാഇന് കുത്തിയിരുന്നിട്ട് പിന്നെ നിസ്കരിക്കാണ്, സുബഹിയിട്ട് നിസ്കാരം തുടങ്ങാം. ഈ സമ്പ്രദായം ദീനിനില്ല, ശൈത്താനല്ലാതെ ഇത് പഠിപ്പിച്ചിട്ടില്ല. ഇതെന്തറിയോ? നമ്മളെ കൊണ്ട് സമാധാനപൂർവം നിസ്കാരം ഉപേക്ഷിക്കുക. നിസ്കാരം ഉപേക്ഷിച്ചവൻ നരകത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്ര ഗൗരവത്തിൽ ഒരു അമലിനെയും പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാണ്, അൽ അഹ്ദു അല്ലദീ ബൈനനാ വ ബൈനഹും, അവർക്കും നമുക്കും ഇടയിലുള്ള കരാർ. അവർക്ക് ആർക്കാ? കുഫാറുകൾക്ക്, സത്യനിഷേധികൾക്ക്, അല്ലെങ്കിൽ മുശ്രിക്കുകൾക്ക്, അവർക്കും നമുക്കുമിടയിൽ, അല്ലെങ്കിൽ യഹൂദ നസാറാക്കൾ, അവർക്കും നമുക്കും ഇടയിലുള്ള കരാർ എന്താ? ബൈനനാ വ ബൈനഹുമുസ് സ്വലാത്ത്, നിസ്കാരാണ്. അവരെ നമ്മളെയും വേർതിരിക്കുന്ന കരാർ എന്ന് പറഞ്ഞാൽ എന്താ? അത് നമസ്കാരമാണ്. വമൻ തറകഹ, ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ, ഏത് നമസ്കാരം ഉപേക്ഷിച്ചാൽ, ഫഖദ് കഫറ, നിശ്ചയമായിട്ടും അവൻ കാഫറായി കഴിഞ്ഞു. ആരാ പഠിപ്പിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലേ ഒരു വഖത്ത് നിസ്കാരം മറന്നിട്ടല്ല, ഉറങ്ങിയിട്ടല്ല, ബോധത്തോടെ ഒരു വഖത്ത് നിസ്കാരം ഒരുത്തൻ ഖളാ ആക്കാൻ നടക്കുക, വേണ്ടെന്ന് വെക്കാൻ നടക്കുക, നിസ്കരിക്കൂല. അങ്ങനെ ഒരുത്തൻ ജീവിച്ചു കഴിഞ്ഞാൽ ഫമൻ തറകഹ, ആരെങ്കിലും ആ നമസ്കാരത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഫഖദ് കഫറ, അവൻ എന്തായി? കാഫറായി കഴിഞ്ഞു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇനി സഹാബികളുടെ നിലപാട് എന്താ? സഹാബികളുടെ നിലപാട് അബ്ദുല്ലാഹ് ഇബ്നു ശഖീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ഹാബുകൾ എന്ന് പറഞ്ഞാൽ ആരാ? സ്വഹാബികൾ.
അവർ ലാ യറൗന ശൈഅൻ മിനൽ അഅമാലി തറക്കുഹു കുഫ്റുൻ ഗൈറ സ്വലാത്ത്. നിസ്കാരമല്ലാതെ മറ്റൊരു അമലും മറ്റൊരു കർമ്മവും ഉപേക്ഷിക്കുന്നത് കുഫറായിട്ട് അവർ കണ്ടിട്ടില്ല. സഹാബികളെ കുറിച്ച് സഹാബികളുടെ ധാരണ പറയാം. സഹാബികള് നിസ്കാരമല്ലാത്ത വേറെ അമലൊക്കെ ഉപേക്ഷിച്ചാൽ കാഫറാകും എന്നവർ മനസ്സിലാക്കിയിട്ടില്ല. നിസ്കാരം ഒരുത്തൻ ഉപേക്ഷിച്ചാൽ അവൻ കാഫറാ. നിസ്കാരം ഒരുത്തൻ ഉപേക്ഷിച്ചാൽ അവൻ കാഫറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക, സഹാബികൾ നമ്മളെ പഠിപ്പിക്കുക, സലഫുകൾ നമ്മളെ പഠിപ്പിക്കുക. എന്നിട്ട് നമ്മളിവിടെ ഖളാ ആക്കുക. സുബഹിട്ട് ഇശ വരെ ഒരുമിച്ച് സൗകര്യം പോലെ നിസ്കരിക്കുക. ഒരു മനുഷ്യനും ഇത് അഹ്ലുസുന്നന്റെ ബോധമുള്ള ഒരു മനുഷ്യന് ഇത് പറഞ്ഞിട്ടില്ല. ബോധത്തോടുകൂടി ഒരാൾ ഇത് സംസാരിച്ചിട്ടില്ല. തെളിവൊരാളും ഇത്തരം വാദത്തിന് വെച്ചിട്ടില്ല. നമുക്ക് തോന്നുന്ന പോലെ നിസ്കാരം ഖളാ ആക്കി കളയാം. അതുകൊണ്ട് വിശ്വാസികളെ, നിസ്കാരം ഖളാ ആക്കി കളയുന്നവൻ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഗൗരവമില്ലാത്തവൻ, അവൻ ദാക്കിരീങ്ങളുടെ കൂട്ടത്തിലല്ല, അള്ളാനെ ദിക്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലല്ല. ഒരുത്തൻ നിസ്കരിക്കൂല. അപ്പൊ അങ്ങനെയാണ് നാട്ടിൽ കുറെ ഔലിയാക്കന്മാരുണ്ട്. നിസ്കരിക്കൂല, ജമാഅത്തിന് പള്ളിയിൽ പോല, എന്നിട്ടോ ഇങ്ങനെ തസ്ബീഹ് പിടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. നിസ്കരിക്കാത്തവൻ എന്ത് ദാക്കിറ? നിസ്കരിക്കാത്തവൻ ദിക്റുകാരനല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അവരുടെ പ്രത്യേകത എന്താ? വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത്. അവർ നിസ്കരിക്കും, സകാത്ത് കൊടുക്കും. ഈ ക്വാളിറ്റി ഉള്ളവനാണ് ആര്? ദിക്റ് ചെയ്യുന്നവൻ, അള്ളാഹനെ ദിക്റ് ചെയ്യുന്നവൻ. അല്ലാതെ വെറുതെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ തുടങ്ങി ദിക്റുകൾ ചൊല്ലി പള്ളിയിലോ അങ്ങാടിയിലോ വീട്ടിലോ മജ്ലിസിലോ ആരെങ്കിലും കുത്തിയിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ നിസ്കാരം നിലനിർത്തുന്നവനല്ലാത്ത കാലത്തോളം ദാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ, ദിക്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു അവനെ കാണില്ല. അവന് സക്കീനത്ത് കൊടുക്കൂല, സമാധാനം കൊടുക്കൂല. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അള്ളാഹ് ഇനിയും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു യഥാർത്ഥ ദാക്കിറിന്റെ കൂട്ടത്തിൽ, ദിക്റ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അള്ളാഹനെ സ്മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട്. അടുത്ത ഖുതുബകളിലൂടെ അതുകൂടി സൂചിപ്പിക്കാൻ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين. أما بعد اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം സക്കീനത്ത് ലഭിക്കുന്ന, ഹൃദയശാന്തി, സമാധാനം ലഭിക്കുന്ന ആളുകളും അവർക്കുണ്ടാകേണ്ട ക്വാളിറ്റികളും അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് ഖുതുബയിൽ അത് വളരെ കുറച്ച് മാത്രം, ഒരൊറ്റ പോയിന്റ് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സമകാലിക വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയോ, ലോകത്ത് അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ പോരെ എന്ന ചോദ്യം കേട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിനോട് മാത്രം മനുഷ്യർക്ക് ചോദിച്ചാൽ പോരെ എന്ന പരാമർശം കേട്ടിട്ട് അതിൽ അസ്വസ്ഥരായിട്ട്, അത് ഞങ്ങളുടെ വിശ്വാസത്തിന് എതിരാണ്, അങ്ങനെ പറയുന്ന ആളുകൾ അത്തരം വാക്കുകളും വിശ്വാസങ്ങളും മാറ്റിവെക്കണം, പരസ്യമായി പറയാൻ പാടില്ല, ഞങ്ങൾക്കത് പ്രയാസമുണ്ട് എന്ന് സർക്കുലർ അയച്ചിരിക്കുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനം ലോകത്ത് ഇന്ന് രൂപപ്പെട്ടിരിക്കുകയാണ്. എല്ലാ പ്രസ്ഥാനങ്ങളും ഇതൊക്കെ പറയാറുണ്ടാകും. പക്ഷേ അത് അത്തരം ഒരു മനുഷ്യൻ പറയാണ്, നിങ്ങൾക്ക് പടച്ചവനോട് മാത്രം ചോദിച്ചാൽ പോരെ, പടച്ചവൻ പോരെ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് എതിരാണ്, ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്
ഞങ്ങളുടെ നിലപാടിനെതിരാണ് എന്ന് സർക്കുലർ അയച്ചൊരു സംഘം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ല പോരാന്നാ. എനിക്കല്ല പോരാ, എനിക്കല്ല പോരാ, അള്ളാഹുവിന് പുറമെ എനിക്ക് വേറെയും ആളുകൾ വേണം എന്ന് പരസ്യമായി പറയുകയും അല്ല മതി, എനിക്ക് അള്ളാഹു മതി എന്ന് പറയുന്നത് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിനെതിരാണ്, സംഘടനാ ആശയത്തിനും നിലപാടിനും എതിരാണ് എന്നൊരു സംഘം സർക്കുലർ എഴുതി അയച്ചിരിക്കുന്നു. ഇത് വലിയ അപകടകരമായ ഒരു വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്തിനാണ് മുസ്ലിം ഐക്യം കാത്തു സൂക്ഷിക്കേണ്ട ഈ പ്രധാനപ്പെട്ട വിഷയം, പ്രധാനപ്പെട്ട കാലത്ത് മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഈ കാലത്ത് ഇത്തരം വിഷയങ്ങൾക്ക് നേരെ കണ്ണടച്ചൂടെ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരുടെ മനസ്സ് നല്ലതായിരിക്കും, കാരണം മുസ്ലിം ഐക്യത്തിനൊരു പോറലേൽക്കരുതെന്നാണല്ലോ അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിക്കോ, ഷിർക്കും കുഫറും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഒരു ഉമ്മത്തിന്റെ സ്നേഹം ഇല്ല. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. ഷിർക്കും കുഫറും ഉള്ളവരുമായി നമുക്ക് ഒരു ഉമ്മത്ത് എന്ന നിലയ്ക്ക് സഹകരിക്കാം. പക്ഷേ അത് ആ വ്യക്തികളോട് സമുദായത്തിലെ അംഗങ്ങൾ എന്ന നിലക്കുള്ള സഹകരണമാണ്, അല്ലാതെ അവരുടെ ഷിർക്കിനോടും കുഫറിനോടുള്ള സഹകരണമല്ല. അങ്ങനെ സഹകരിക്കാൻ വിശ്വാസികൾക്ക് പറ്റൂല, അങ്ങനെ സഹകരിക്കാൻ പറ്റില്ല. കാരണം ഇസ്ലാമിന്റെ അറിയപ്പെട്ട തത്വമാണ്, ഇസ്ലാമിന്റെ അറിയപ്പെട്ട തത്വം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെച്ചോളണം, പഠിച്ചു വെച്ചോളണം. ജീവിതാവസാനം വരെ ഈ തത്വം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഏതാ? മൻ ലം യുകഫിറുൽ മുശ്രികീന ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫറ. എന്താ പറഞ്ഞത്? മൻ ലം യുകഫിറുൽ മുശ്രികീൻ, ആരെങ്കിലും മുശ്രിക്കുകളെ അഥവാ ശിർക്ക് ചെയ്യുന്ന ആളുകളെ നിഷേധിക്കുന്നില്ല, ആരെങ്കിലും ശിർക്ക് ചെയ്യുന്ന ആളുകളെ നിഷേധിക്കുന്നില്ല, ഔ ശക്ക ഫീ കുഫ്രിഹിം, അല്ലെങ്കിൽ അവരുടെ ശിർക്കിനെ സംബന്ധിച്ച്, അവരുടെ കുഫറിനെ സംബന്ധിച്ച് അവൻ ശക്കിലാവുന്നു, സംശയത്തിലാവുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, സഹായം തേടുന്ന ആളുകൾ, ആ ആളുകളോട് സഹായം തേടിയാൽ ശിർക്കാണോ അല്ലേ എന്നവൻ സംശയത്തിലാകുന്നു. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോ, സംശയത്തിലാവുന്നു. ഞാൻ മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് സഹായം തേടുന്നില്ല, മൊഹീദ്ദീൻ ശൈഖിനോട് എന്റെ പ്രശ്നങ്ങൾ പറയുന്നില്ല, പക്ഷേ മൊഹീദ്ദീൻ ശൈഖേ എന്റെ അസുഖം മാറ്റണേ, മൊഹീദ്ദീൻ ശൈഖേ എനിക്ക് ഇന്നത് തരണേ എന്ന് ഞാൻ തേടിയാൽ അത് ശിർക്കാണോ അല്ലേ എന്ന് ഞാൻ സംശയിക്കാണ്. എനിക്ക് സംശയമാണ് ശിർക്കാണോ അല്ലേ എന്ന്. ശിർക്കാണോ അല്ലേ എന്ന് എനിക്ക് സംശയം തോന്നിയാൽ ഞാൻ ആരാ? കാഫിറായി കഴിഞ്ഞു. മനസ്സിലായോ? ഞാൻ കാഫിറായി കഴിഞ്ഞു. ഔ സഹഹ മദ്ഹബഹും, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തെ, ശിർക്ക് ചെയ്യുന്നവരുടെ അഭിപ്രായത്തെ ശരിവച്ചാൽ കഫറ, അവൻ കാഫിറായി. ഇജ്മാഅൻ, ഇത് ഇജ്മാ ഉള്ള കാര്യമാണ്. എനിക്ക് സംശയം തോന്നി, അള്ളാഹ്ക്ക് പുറമെ സഹായം തേടപ്പെടുന്ന ആളുകളോടുള്ള സഹായത്തേട്ടം ശിർക്കാണോ അല്ലേ എന്ന ശക്കിലാണ് ഞാനെങ്കിൽ, സംശയത്തിലാണ് ഞാനെങ്കിൽ, എനിക്ക് ഉറപ്പില്ല അത് ശിർക്കാണ് എന്ന് ഉറപ്പ് എനിക്കില്ലെങ്കിൽ ഞാനും അവരെ പോലെ ശിർക്കിലാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം ജൂതന്മാരുടെയും നസാറാക്കളുടെയും അഖീദയെ പറ്റി പരാമർശിച്ചിട്ട്, അവരുടെ വിശ്വാസത്തെ പറ്റിയിട്ട് പരാമർശിച്ചിട്ട് അദ്ദേഹം പറയാ, മൻ ശക്ക ഫീ കുഫ്രിഹിം, ആരെങ്കിലും ഈ ജൂതനസാറാക്കളുടെ കുഫറിൽ സംശയിച്ചു കഴിഞ്ഞാൽ ഫഹുവ കാഫിറുൻ മിസ്ലുഹും, അവരും അവരെ പോലെയുള്ള കാഫറുകളാണ്. കുഫറിന്റെ കാര്യം ഇതാ. ഷിർക്കിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചോ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു കാര്യം ഷിർക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഷിർക്കല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കാഫിറാണ്. മനസ്സിലായോ? അള്ളാഹു ഷിർക്കാക്കിയ ഒരു കാര്യം ഷിർക്കല്ല എന്ന് പറഞ്ഞാൽ മതി.
ഞാനത് ചെയ്യണമെന്നില്ല. അത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ യുഖ്രിജു അനിൽ മില്ല, ഈ മില്ലത്തിൽ നിന്ന് ഞാൻ പുറത്താണ്, ഞാൻ കാഫിറായിട്ട് മാറും. ഇതെല്ലാരും മനസ്സിലാക്കണം. ഇത് വെറുതെ ഉലമാക്കൾ പറഞ്ഞതല്ല, മറിച്ച് ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഈ നിലപാട് ഇസ്ലാമികമാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞു. ഏതാ ആയത്ത്? സൂറത്ത് മുംതഹിന 4-ാമത്തെ ആയത്ത്. നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ, ഈ ആശയം അവിടെ കാണാം. സൂറത്ത് മുംതഹിന, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന, നിശ്ചയമായിട്ടും നിങ്ങൾക്ക് എന്തുണ്ട്? ഉത്തമമായ മാതൃകയുണ്ട്. ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു, ഇബ്രാഹീമിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഇത് ഖാലു, അവര് പറഞ്ഞു, ലിഖൗമിഹിം, അവരുടെ കൗമിനോട്, അവരുടെ ജനതയോട്, ഇന്നാ ബുറാഅഹു മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങളിൽ നിന്നും പടച്ചവന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്നതിൽ നിന്നും ഞങ്ങളിതാ ബറാഅത്ത് ചെയ്തിരിക്കുകയാണ്, ഞങ്ങളതിനെ വിട്ട് ബന്ധം വിച്ഛേദിച്ച് ഒഴിഞ്ഞിരിക്കുകയാണ്. കഫർനാ ബിക്കും, നിങ്ങളെ ഞങ്ങൾ കാഫിറാക്കിയിരിക്കുന്നു, നിഷേധിച്ചിരിക്കുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഅ്ളാഉ അബദാ, എന്നേക്കും ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ അദാവത്ത്, ശത്രുതയും വിദ്വേഷവും ഇതാ ആരംഭിച്ചിരിക്കുന്നു. ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമായി വിശ്വസിക്കുന്നത് വരെ ഇതാണ് ഞങ്ങളുടെ നിലപാട്. ആരാ പറയുന്നത്? ഇബ്രാഹിം നബി. ആരോടോ പറയുന്നത്? വാപ്പയടക്കമുള്ള, ആസലടക്കമുള്ള, സ്വന്തം പിതാവടക്കമുള്ള ശിർക്ക് ചെയ്യുന്നവരോട് അദ്ദേഹം പറയാണ്, ഞങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആശയപരമായി നമ്മൾ രണ്ടാണ്, അത് പ്രഖ്യാപിക്കണം. ആശയപരമായി നമ്മൾ വേർപെട്ട് കഴിഞ്ഞു. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങളെ മാത്രമല്ല ഞങ്ങൾ പിഴുതെറിയുന്നത്, നിങ്ങൾ ആരാധിക്കുന്ന മുഴുവൻ വസ്തുക്കളെയും, മുഴുവൻ ഔലിയാക്കളെയും, മുഴുവൻ അമ്പിയാക്കളെയും ഇതാ ആ ബന്ധം ഞങ്ങൾ വിച്ഛേദിച്ചു. ഒരു ഇലാഹ് എന്ന നിലക്ക് അവരുമായിട്ട് ബന്ധം ഞങ്ങൾ വിച്ഛേദിച്ചു. കഫർനാ ബിക്കും, നിങ്ങളെ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു, നിങ്ങളെ ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു, നിങ്ങളെ ഞങ്ങൾ കുഫറിലാക്കിയിരിക്കുന്നു. ഇത് പ്രഖ്യാപിക്കണം. ഇത് ശിർക്കും കുഫറും പറഞ്ഞാൽ സ്വന്തം വാപ്പയാണെങ്കിലും വാപ്പയോട് പറയണം, വാപ്പ, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഇവിടെ ഇതാ അറുത്തു മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഞാനും നിങ്ങൾക്കുമിടയിൽ ശത്രുതയും വിദ്വേഷവും വന്നിരിക്കുകയാണ് വാപ്പ. അല്ലാഹുവിനെ മാത്രം നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ നിങ്ങൾക്കും എനിക്കുമിടയിൽ ഒരു പിതാവ് പുത്രൻ ബന്ധമല്ലാത്ത ഒരു ബന്ധവുമില്ല, ബാക്കി നിൽക്കുന്നില്ല എന്ന് മുഖത്തു നോക്കി പറയണം വിശ്വാസി. ഇതാ നമ്മൾ പറയേണ്ടത്. ഉമ്മത്തിൽ ശിർക്ക് ചെയ്യുന്നവരോട് നമ്മൾ അവരോട് മുഖത്തു നോക്കി പറയണം, ഇത് ശിർക്കാണ്. അവരെ മുശ്രിക്കാണെന്ന് വിളിക്കണ്ട, ഇത് ശിർക്കാണ് എന്ന് നമ്മൾ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ ബഖറ 256, വമൻ യക്ഫുർ ബിത്താഗൂതി വയുഅ്മിനു ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസാമ ലഹാ. വിശുദ്ധ ഖുർആൻ പറയാ എന്താ? വമൻ യക്ഫുർ ബിത്താഗൂത്ത്, ആരാണ് താഗൂത്തിനെ നിഷേധിക്കുന്നവൻ, അല്ലാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന സകലതിനെയും, അതാണ് താഗൂത്ത്. ഇവിടെ ഉദ്ദേശിക്കുന്ന താഗൂത്ത്. ആ താഗൂത്തിനെ അവൻ വെടിയുകയും വയുഅ്മിനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുകയും വേണം. അപ്പൊ അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവിന് പുറമെയുള്ളതിനെ മുഴുവൻ അറുത്ത് മാറ്റണം, വെടിയണം, അതിനെ നിഷേധിക്കണം. അപ്പോഴാണ് അവൻ പിടിച്ചിട്ടുള്ളത് ബലമുള്ള കയറിലാണ്. എങ്ങനെയുള്ളവൻ? പടച്ചവൻ മാത്രം മതി എന്ന് പറഞ്ഞവനല്ല. പടച്ചവന് പുറമെയുള്ളവർ ആരും വേണ്ടെന്ന് കൂടി പറയണം. അല്ലാഹ് മാത്രം മതി എന്നല്ല,
അള്ളാഹ്ക്ക് പുറമെ എനിക്ക് ഒരാളും വേണ്ട. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ പ്രാർത്ഥന കേൾക്കാൻ, എന്റെ ആവലാതി കേൾക്കാൻ, എന്റെ പ്രയാസങ്ങളും എന്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറ്റാൻ അല്ലാഹ് മതി. പടച്ചവന് പുറമെ ഒരു വലിയും വേണ്ട, ഒരു പുണ്യാളനും വേണ്ട, ഒരു ഇടയാളനും വേണ്ട എന്ന് പറയുമ്പോഴാണ് തൗഹീദ് തൗഹീദാകാം. അല്ലാതെ എനിക്കല്ല മതി, എനിക്കല്ല മതി പോരാ, എനിക്കല്ല മാത്രം മതി, മറ്റൊരാളും വേണ്ട, ഇങ്ങനെ പറയണം. ഇപ്പോഴെ തൗഹീദാവുള്ളൂ. മറ്റൊരാളും വേണ്ട. അതാ അല്ലാഹ് പറഞ്ഞത്. എന്താ? ഫമൻ യക്ഫുർ ബിത്താഗൂത്ത് വയുമിൻ ബില്ലാഹ്. അല്ലാഹുവിൽ വിശ്വസിച്ചാ പോരാ, താഗൂത്തിനെ അവിശ്വസിക്കുക കൂടി വേണം. താഗൂത്തിനെ അവിശ്വസിക്കുക കൂടി വേണം. അത് കൂടി നിൽക്കുമ്പോഴാണ് എന്തുണ്ടാവുള്ളോ? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ഈ കാര്യം തൗഹീദ് എന്ന് പറയുന്ന സത്യം പൂർണ്ണമായി സ്വീകരിച്ചവർ നമ്മളാവുക. അവിടെയാണ് ഒരു സംഘം പറയുന്നത് എന്താ പറയുന്നത്? ഇടയാളന്മാരില്ല, ഇടയാളന്മാര് വേണ്ട എന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം ചോദിച്ചാൽ പോരെ എന്ന് പറയരുത്. കേരളത്തിലെ ഒരു സംഘം ആവശ്യപ്പെട്ടതാ. പടച്ചോൻ മാത്രം മതി, പടച്ചോനോട് ചോദിച്ചാൽ പോരെ, നേരിട്ട് ചോദിച്ചാൽ പോരെ എന്ന് പറയരുത്. ഇടയാളന്മാരില്ലാത്ത ഒരു ആശയം ഞങ്ങളെ സംഘടനയ്ക്കില്ല എന്നൊരു സംഘം പറയാ. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കിക്കോ, നമ്മൾ ഒരു ശിർക്കിന്റെ ഒപ്പം നിൽക്കണ്ട കാഫറാവാൻ. നമ്മളൊരു ശിർക്ക് പറയണ്ട, നമ്മളൊരു ശിർക്ക് ചെയ്യണ്ട കാഫറാകാൻ. പിന്നെ എന്ത് മതി? ഒരു ശിർക്ക് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മതി, നമ്മളത് ചെയ്യണ്ട. ശരിക്കും മനസ്സിലാക്കിക്കോ, സംഘടനാ പക്ഷപാതിത്വം വെച്ചിട്ട് ആരെങ്കിലും ഇത് നിഷേധിച്ചു പോവുകയാണെങ്കിൽ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ അല്ലാഹു മഷ്ഹദ്, അള്ളാഹു സാക്ഷിയാണ്, അള്ളാഹു സാക്ഷിയാണ്, അള്ളാഹു സാക്ഷിയാണ്. ഈ ഖുതുബയിൽ ശബ്ദം കേട്ട എല്ലാവർക്കും മേൽ അള്ളാഹു സാക്ഷിയാണ്. ഒരു ശിർക്കിനെ, കുഫറിനെ, ഒരു ശിർക്കിനെ ഒരാൾ നിഷേധിക്കാതിരിക്കുക എന്നത് ഫഖദ് കഫറ, നിശ്ചയമായിട്ടും അവൻ കാഫറാവാനുള്ള കാര്യമാണ്, കാഫറാവാനുള്ള കാര്യമാണ്. മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിക്കാൻ പാടില്ലെന്നല്ല നമ്മൾ പറയുന്നത്. മൊഹീദ്ദീൻ ഷെയ്ഖെ എന്ന് വിളിക്കുന്നത് ശിർക്കാണ് എന്നാണ് പറയുന്നത്. മൊഹീദ്ദീൻ ഷെയ്ഖെ എന്ന് വിളിക്കുന്നത് കുഫറാണെന്നാണ് പറയുന്നത്. അത് കുഫറാണോ ശിർക്കാണോ എനിക്ക് സംശയം തോന്നിയാൽ, എനിക്ക് ഉറപ്പില്ല, ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. ഉറപ്പില്ലാത്തവനും കാഫറാണ്. മനസ്സിലായോ? അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? അള്ളാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന മറ്റുള്ളവരിലേക്ക് തിരിയണം. സ്വന്തം സമുദായത്തിലേക്ക് തിരിയുമ്പോഴാണ് നമ്മളെ മനസ്സിലേക്ക് എന്ത് വരുന്നത്? അങ്ങനൊക്കെ പറയണമെന്ന് തോന്നുന്നത്, അങ്ങനൊക്കെ പറയണമെന്ന് തോന്നുന്നത്. നിങ്ങൾ നോക്കൂ, ലാത്തനെ ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ലാത്തയെ ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണോ അല്ലേ? ശിർക്കാണോ അല്ലേ? ശിർക്കാണോ അല്ലേ എന്നൊരുത്തന് കൺഫ്യൂഷനായാൽ, മൻ ശക്ക ഫീ കുഫ്രിഹിം, അവരുടെ കുഫ്റിൽ ആരെങ്കിലും സംശയിച്ചാൽ ഫഹുവ കാഫിറുൻ മിസ്ലുഹും, അവരെ പോലെ തന്നെ അവനും കാഫിറായി കഴിഞ്ഞു. മുസ്ലിം ഉലമാക്കൾക്കിടയിൽ ഇജ്മാ ഉള്ള വർത്തമാനം. ആ വർത്താനം നമ്മൾ ആലോചിച്ചോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കോ, പടച്ചോന് പുറമെ സഹായം തേടപ്പെടുന്ന ആരോടൊക്കെയുള്ള സഹായത്തേട്ടാണ് ഞാൻ ശിർക്കല്ല എന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ആലോചിച്ചോ. അള്ളാഹ്ക്ക് പുറമെ ഗൈബിയായ മാർഗത്തിൽ സഹായം തേടുന്നത് ആരോടൊക്കെയുള്ള സഹായത്തേട്ടമാണ് ഞാൻ ശിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശിർക്കല്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും ആലോചിച്ചോ. അത് നിഷേധിക്കാത്ത കാലം അത്രയും അല്ലാഹ് അത് ശിർക്കാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താ? ഞാൻ തേടൊന്നും വേണ്ട, ഞാൻ തേട്ടത്തെ പ്രോത്സാഹിപ്പിക്കൊന്നും വേണ്ട. എൻ്റെ മനസ്സിൽ അത് കുഫറാണെന്ന് ഞാൻ അവിടെ ഉറപ്പിച്ചിട്ടില്ല. ആ ഉറപ്പില്ലായ്മ മതി. അതാണ് ശക്ക് എന്ന് പറയുന്നത്. മൻ ശക്ക, ആരെങ്കിലും ശക്കിലായാൽ, സംശയത്തിലായാൽ, ഫീ കുഫ്രിഹിം, അവരുടെ കുഫറിൽ ആരെങ്കിലും സംശയത്തിലായാൽ, ഫഹുവ, അപ്പോൾ അവൻ കാഫിറുൻ, കാഫിറാണ്, മിസ്ലുഹും,
അവരെപ്പോലെ തന്നെ. ഇത് ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ഈ അള്ളാഹ്ക്ക് പുറമെയുള്ള സഹായത്തേട്ടത്തിന്റെ ചർച്ച വരുമ്പോണ്ടല്ലോ, സംഘടന നമ്മൾ വിട്ടേക്കണം. എല്ലാ സംഘടനയും നമ്മൾ വിട്ടേക്കണം. അള്ളാഹിനോടുള്ള സഹായത്തേട്ടത്തെ അവിടെ ഏത് സംഘം ഇന്ന തേട്ടം ശിർക്കാവൂല, ഇന്ന തേട്ടം ശിർക്കാവൂല എന്ന് നമ്മളെ പഠിപ്പിക്കണ്ടോ, നമ്മളെ പിന്നിൽ ശൈത്താൻ വന്നു കഴിഞ്ഞു. ഇന്ന തേട്ടം ശിർക്കാവൂല എന്ന് ഏതെങ്കിലും സംഘം നമ്മളെ പഠിപ്പിക്കണ്ടോ, നമ്മളെ പിന്നിൽ ശൈത്താൻ വന്നു. ആ വിഷയത്ത് അംഗീകരിക്കൊന്നും വേണ്ട, സംശയിച്ചാ മതി എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി. സംശയിച്ചാ മതി. അള്ളാഹു പറഞ്ഞത് എന്താ? അള്ളാഹ് പറഞ്ഞത് ഉറപ്പിക്കണം. അള്ളാഹ്ക്ക് പുറമെ ഇബാദത്ത് കൊടുക്കപ്പെടുന്ന സകലതിനെയും നിഷേധിക്കണം. എന്നിട്ടാണ് അള്ളാഹുൽ വിശ്വസിക്കേണ്ടത്. എന്നിട്ടാണ് അള്ളാഹുൽ വിശ്വസിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ കേൾക്കണം. അങ്ങനല്ലേ? ലാ ഇലാഹ, ഒരു ഇലാഹുല്ല, നിഷേധാണ് ആദ്യം. അള്ളാഹ്ക്ക് പുറമെയുള്ള സകല ഇലാഹിനെയും നിഷേധിച്ചു. എന്നിട്ടാ ഇല്ലല്ലാഹ്, അല്ലല്ലാതെ, അള്ളാഹു അല്ലാതെ പിന്നൊരു ഇലാഹില്ല. ഘടന അങ്ങനെ. ഇതാണ് ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ. ആദ്യം അള്ളാഹ്ക്ക് പുറമെ ഇബാദത്ത് സമർപ്പിക്കപ്പെടുന്ന ആളുകൾ. അത് പ്രാർത്ഥനയാകാം, നേർച്ചയാകാം, ഇസ്തിഗാസാകാം, ഇസ്തിആനത്താകാം, എന്താകാം. അള്ളാഹ്ക്ക് പുറമെ ഇബാദത്ത് സമർപ്പിക്കപ്പെടുന്ന ആളുകളെ മുഴുവൻ നിഷേധിക്കണം. എന്നിട്ടാണ് അള്ളാഹ്ക്ക് മാത്രം എന്ന് പറയാൻ പാടുള്ളൂ. അപ്പോഴേ ഉറപ്പുള്ളൂ. റബ്ബ് സുബ്ഹാനഹു തആല ഉറച്ച തൗഹീദിന്റെ ആളുകളായി ജീവിക്കാനും മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് കാക്കനാട് പ്രിയദർശിനി പഞ്ചായത്ത് ഹാളിൽ വെച്ചുകൊണ്ട് ചുഴലി അബ്ദുള്ള മൗലവിയുടെ റഹ്മാൻ എന്ന വിഷയത്തിലുള്ള ഒരു പ്രഭാഷണം നടക്കുകയാണ്. കാക്കനാട് ISM മണ്ഡലം കമ്മിറ്റി ഇസ്തിഖാമ എന്ന പേരിൽ നടത്തുന്ന എല്ലാ പ്രതിമാസ വൈജ്ഞാനിക സദസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല റഹ്മാനാണ് എന്ന വിഷയത്തിൽ വളരെ പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണമാണ് ഇൻഷാ അല്ലാഹ് അദ്ദേഹം നിർവഹിക്കാനിരിക്കുന്നത്. കുടുംബസമേതം അവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കുടുംബസമേതം നമുക്ക് പ്രവേശിക്കാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ആളുകളും അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല എത്ര സംഘവ്യത്യാസങ്ങൾ വന്നാലും തൗഹീദിൽ വിള്ളലോ വീഴ്ചയോ ഇല്ലാതെ തൗഹീദിനെ മുറുകെ പിടിച്ച് ശിർക്കിന്റെ ഒരു തരിമ്പ് പോലും ജീവിതത്തിലേക്കോ ആദർശത്തിലേക്കോ ചിന്തകളിലേക്കോ കടന്നു വരാതെ പവിത്രമായ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും തിന്മകളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.